ശ്വാസം എന്ന് പറയുന്നത്. ആ ശ്വാസം ആ ശ്വാസം അറിഞ്ഞ് അനുഭവിച്ചുകൊണ്ട് ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ആ ശ്വാസത്തിലേക്ക് ഫോക്കസ് ചെയ്തിട്ട് സാവധാനം നിങ്ങളുടെ കണ്ണുകൾ അടയ്ക്കുക. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. ടേക്ക് എ ഡീപ്പ് ബ്രീത്ത് ഇൻ, ഹോൾഡ് ഓൺ ആൻഡ് ബ്രീത്ത് ഔട്ട്. Once again, take a deep breath in, hold on and breathe out. ഇനി നിങ്ങളുടേതായൊരു താളത്തിൽ ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഈ പ്രപഞ്ചത്തിൽ നിന്നുള്ള എല്ലാ നന്മകളും നിങ്ങൾ അവാഹിച്ചെടുക്കുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ നിങ്ങളുള്ളിലുള്ള എല്ലാ തിന്മകളും, അസൂയ, പക, വിദ്വേഷം, വെറുപ്പ് എല്ലാം പുറത്തേക്ക് ഒരു കറുത്ത പുകയായിട്ട് തറയിൽ തട്ടി ഇല്ലാതാകുന്നതായിട്ട് വിഷ്വലൈസ് ചെയ്യാം. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ എല്ലാ നന്മകളും അവാഹിച്ചെടുക്കുന്നതായിട്ടും, ശ്വാസം പുറത്തേക്ക് വിടുമ്പോൾ എല്ലാ തിന്മകളും നിങ്ങളിൽ നിന്ന് പോകുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യാം. നിങ്ങളുടേതായ ഒരു താളത്തില് ശ്വസിച്ചു കൊണ്ടേയിരിക്കുക. ശ്വാസം ഉള്ളിലേക്ക് എടുക്കുമ്പോൾ ഒരു ദൈവീകമായിട്ടുള്ള പ്രകാശം നിങ്ങളുടെ ഉള്ളിലേക്ക് എടുക്കുന്നതായും അത് നിങ്ങളുടെ ഓരോ കോശത്തിലും നിറയുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. നിങ്ങളുടെ കോശങ്ങളൊക്കെ ശുദ്ധീകരിക്കപ്പെടുന്നതായിട്ട് നിങ്ങൾ അറിയുന്നു. നിങ്ങളെ ശ്വാസത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക. ഇനി നിങ്ങളുടെ ശ്രദ്ധ നിങ്ങളുടെ കാലുകളിലേക്ക് കൊടുക്കുക. നിങ്ങളുടെ കാൽപാദങ്ങള് റിലാക്സ് ചെയ്യുന്നു. നിങ്ങളെ കണങ്കാലുകള് റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ തൈ മസിൽസ് റിലാക്സ് ചെയ്യുന്നു. നിങ്ങളെ കൈകൾ റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ ചെസ്റ്റ് റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ ഷോൾഡർ റിലാക്സ് ചെയ്യുന്നു. നിങ്ങളുടെ തലയുടെ മുകൾ ഭാഗം, മുൻഭാഗം, പിൻഭാഗം എല്ലാം റിലാക്സ് ചെയ്യുന്നു. നിങ്ങൾ സുഖകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. സുഖകരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ പോയിക്കൊണ്ടേയിരിക്കുന്നു. നിങ്ങളെ ഇന്റേണൽ ഓർഗൻസ്, നിങ്ങളുടെ ലങ്സ്, ഹാർട്ട്, ലിവർ എന്ന് തുടങ്ങിയ ഇന്റേണൽ ഓർഗൻസ് ഒക്കെ റിലാക്സ് ചെയ്യുന്നു. നിങ്ങൾ സുഖകരമായ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. ഞാൻ 10 മുതൽ 1 വരെ എണ്ണുമ്പോൾ നിങ്ങളുടെ റിലാക്സേഷൻ കൂടിക്കൂടി വരുന്നു. 10, നിങ്ങളുടെ റിലാക്സേഷൻ കൂടുന്നു. 9, 8, 7, 6, 5, 4, 3, 2, 1. നിങ്ങളുടെ റിലാക്സേഷൻ 100 ഇരട്ടിയായിട്ട് വർദ്ധിക്കുന്നു. നിങ്ങൾ സുഖകരമായുള്ള ഒരു അവസ്ഥയിലാണ് ഇപ്പോഴുള്ളത്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഗ്രാറ്റിറ്റ്യൂഡിനെ കൊണ്ടുവരിക. ആദ്യമായിട്ട് ദൈവം നിങ്ങൾക്ക് തന്നിരിക്കുന്ന, പടച്ച തമ്പുരാൻ നിങ്ങൾക്ക് തന്നിരിക്കുന്ന അനുഗ്രഹങ്ങളെ ഓരോന്നോരോന്നായിട്ട് കാണുക. ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ എണ്ണിയാൽ നിങ്ങൾക്കത് തിട്ടപ്പെടുത്താൻ കഴിയുന്നതല്ല. എങ്കിലും നിങ്ങൾ എണ്ണിക്കൊണ്ടേയിരിക്കുക. അതിനോരോന്നിനും ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ നന്മക്കും, നിങ്ങളുടെ ശ്വാസത്തിന്, നിങ്ങളുടെ ബോഡിക്ക്, നിങ്ങളുടെ സൗന്ദര്യത്തിന്, നിങ്ങളുടെ സർക്കുലേറ്ററി സിസ്റ്റത്തിന്, നിങ്ങളുടെ ഡൈജസ്റ്റീവ് സിസ്റ്റത്തിന്, ഓരോന്നിനും നിങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഫാമിലിക്ക്, നിങ്ങളെ കുടുംബക്കാർക്ക്, അതേപോലെ അയൽപക്കക്കാർക്ക്, എല്ലാവർക്കും വേണ്ടിയിട്ട് നിങ്ങൾ ദൈവത്തിനോട് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അത് നമുക്ക് തിട്ടപ്പെടുത്താൻ കഴിയില്ല. പക്ഷെ അനിർവചനീയമായതിനെ നിർവചിക്കുമ്പോഴാണ് നമ്മളും അനിർവചനീയമായി തീരുന്നത്. അത് എണ്ണിക്കൊണ്ടേയിരിക്കുക. മനസ്സിന്റെ അടിത്തട്ടിൽ നിന്ന് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ നന്ദി പറയുക. നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നമ്മളെ കാഴ്ചക്ക്, കേൾവിക്ക്,
നമ്മളുടെ ചലനശക്തിക്ക് ഓരോന്നിനും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഇതൊന്നും ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് അതിന്റെ വില മനസ്സിലാവുകയുള്ളൂ. അപ്പൊ നമുക്ക് ഉള്ളപ്പോൾ തന്നെ നമ്മൾ അതിന് നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക. ലൈൻ ശക്കർത്തും ല അസീദന്നക്കും എന്നാണ് പടച്ച തമ്പുരാൻ പറഞ്ഞത്. നിങ്ങൾ നന്ദി കാണിച്ചാൽ നിങ്ങൾക്ക് അധികരിച്ച് തരിക തന്നെ ചെയ്യുമെന്നാ പറഞ്ഞത്. പടച്ച തമ്പുരാനാണ് നമുക്ക് ഉറപ്പ് തന്നിട്ടുള്ളത്. അതിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യാം. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളുടെ മുഖം കൊണ്ടുവരിക. അവർ ചെറുപ്പം മുതൽ ഇന്ന് വരെ ചെയ്തു തന്നിട്ടുള്ളതായിട്ടുള്ള എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. ഓരോ കാര്യങ്ങൾ നമുക്ക് എണ്ണി എടുക്കാൻ കഴിയില്ലെങ്കിലും നമ്മൾ അതിന് ശ്രമിച്ചുകൊണ്ടേയിരിക്കുക. റബ്ബിർഹംഹും കമാ റബ്ബൗനാ സിഗാറ റബ്ബിർഹംഹും കമാ റബ്ബയാനി സഗീറ എന്ന പ്രാർത്ഥന പോലെ നമ്മളെ ചെറുപ്പത്തിൽ നമ്മളോട് കാരുണ്യം കാണിച്ചതുപോലെ അവരോട് നമുക്ക് കാരുണ്യം കാണിക്കാൻ കഴിയട്ടെ. അവർ ഇന്ന് ജീവിച്ചിരിക്കുന്നവരാണെങ്കിലും അല്ലെങ്കിലും അവർ ചെയ്തു തന്നിട്ടുള്ള ഓരോന്നിനും നമ്മൾ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതുപോലെ ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ ടീച്ചേഴ്സിനെ, നിങ്ങളെ ചെറുപ്പകാലം തൊട്ട് ഇന്നേ വരെ പഠിപ്പിച്ചിട്ടുള്ളതായിട്ടുള്ള ടീച്ചേഴ്സ്, LKG മുതൽ ഇന്നേ വരെ പഠിപ്പിച്ചിട്ടായിട്ടുള്ള നിങ്ങളുടെ ഗുരുനാഥന്മാരുടെ മുഖങ്ങൾ നിങ്ങൾ കൊണ്ടുവരിക. അവർ പഠിപ്പിച്ചിട്ടുള്ള ഓരോ അക്ഷരങ്ങൾക്ക്, വാക്കുകൾക്ക്, വരകൾക്ക്, ചിത്രങ്ങൾക്ക്, കഥകൾക്ക്, കവിതകൾക്ക് എല്ലാം നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. താങ്ക് യു സോ മച്ച് ഡിയേഴ്സ്. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് ഫോർഗീവ്നെസ്സിനെ കൊണ്ടുവരിക, മാപ്പിനെ കൊണ്ടുവരിക. നമ്മുടെ വിജയത്തിന് ഏറ്റവും തടസ്സമായിട്ട് നിൽക്കുന്നത് നമ്മൾ ഹോൾഡ് ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളാണ്. വിട്ടുകൊടുക്കുന്നത് മൂലമാണ് നമുക്ക് ഉയർച്ച ഉണ്ടാവുന്നത്. ഫോർഗീവ്നെസ്സിനെ നിങ്ങളെ മുന്നിലേക്ക് കൊണ്ടുവരാം. ആദ്യമായിട്ട് തന്നെ സൃഷ്ടാവിനെ ഓർത്തുകൊണ്ട് സൃഷ്ടാവിനോട് നമ്മൾ ചെയ്തതായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഫോർഗീവ്നെസ്സിനെ ചോദിച്ചുകൊണ്ടേയിരിക്കാം. ഓരോ കാര്യങ്ങൾക്കും അതിന് നമ്മളോട് ചെയ്തത് ഉൾപ്പെടും. അതായത് ദൈവത്തിന്റെ ഉന്നതമായ സൃഷ്ടികളാണ് നമ്മളെ വളരെ വില കുറച്ചിട്ട് കണ്ടിട്ടുണ്ട്. നമ്മളെ കുറ്റപ്പെടുത്തിയിട്ടുണ്ട്. ഒരു ചെറിയൊരു പരാജയങ്ങൾക്ക് പോലും കുറ്റപ്പെടുത്തിയിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട്. ആരെങ്കിലും ഒരു തവണ പറഞ്ഞത് നമ്മൾ വീണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്ത് കണ്ട് നമ്മള് മനസ്സിൽ കൊണ്ടുവന്ന് നമ്മളെ വീണ്ടും വീണ്ടും വേദനിപ്പിച്ചിട്ടുണ്ട്. അതിനെല്ലാം നമ്മളോടും നമ്മുടെ പടച്ച തമ്പുരാനോടും നമ്മൾ മാപ്പ് ചോദിച്ചുകൊണ്ടേയിരിക്കുക. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. I am sorry. Please forgive me. Thank you. I love you. ഇനി നിങ്ങളുടെ മുന്നിലേക്ക് നിങ്ങളുടെ മാതാപിതാക്കളെ കൊണ്ടുവരാം. അവരോട് നിങ്ങൾ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ ചിന്ത കൊണ്ടോ എന്തെങ്കിലും അവർക്ക് ഇഷ്ടമില്ലാത്തത് ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് അവരോട് മാപ്പ് ചോദിക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. അതേപോലെ തന്നെ അവര് നിങ്ങളോട് എന്തെങ്കിലും ചെയ്തതായിട്ട് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും നമുക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടിയാണ് എന്ന ഉദ്ദേശത്തോടു കൂടി അവർക്ക് മാപ്പ് നൽകുക. ഒന്നും ഉള്ളിൽ വെക്കാതെ മാപ്പ് നൽകുക. അതേപോലെ തന്നെ നിങ്ങളെ പഠിപ്പിച്ച ടീച്ചേഴ്സ്, അവരോട് വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മാപ്പിനെ ചോദിക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. അതേപോലെ തന്നെ അവരുടെ എന്തെങ്കിലും വാക്കുകളോ പ്രവൃത്തികളോ നോട്ടങ്ങളോ എന്തെങ്കിലും നിങ്ങൾക്ക് വിഷമുണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അവർക്ക് മാപ്പ് കൊടുക്കുക. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് മാപ്പ് കൊടുക്കുക. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു. ഐ ലവ് യു. ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ. താങ്ക് യു.
I love you. I am sorry. Please forgive me. Thank you. I love you. ഇനി നിങ്ങളുടെ ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധിക്കുക. നിങ്ങളുടേതായ ഒരു താളത്തിൽ നിങ്ങൾ ശ്വസിച്ചു കൊണ്ടേയിരിക്കുക. ഇനി നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ സംസാരിക്കാം. ഞാൻ ഉന്നതനാണ്. ഞാൻ ഉന്നതയാണ്. ഞാൻ സന്തോഷവതിയാണ്. ഞാൻ സ്നേഹമാണ്. എന്നെ എല്ലാവരും ഇഷ്ടപ്പെടുന്നു. ഞാൻ സ്നേഹം ആകർഷിക്കുന്ന ഒരു കാന്തമാണ്. ബ്രീത്തിലേക്ക് തന്നെ ഫോക്കസ് ചെയ്യാം. രണ്ട് ചിന്തകൾക്കിടയിലുള്ള ഒരു ഗ്യാപ്പില്, ഒരു സൈലൻസിൽ നിൽക്കുക. ശ്വാസത്തിലേക്ക് തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. നിങ്ങളുടേതായ ഒരു താളത്തില് ശ്വസിച്ചുകൊണ്ടേയിരിക്കുക. ഇനി നിങ്ങളുടെ റിലാക്സേഷൻ കുറഞ്ഞു വരുന്നതാണ്. Take a deep breath in, hold on and breathe out. Take a deep breath in, hold on and breathe out. Once again, take a deep breath in, hold on and breathe out. ഇനി നിങ്ങളുടെ റിലാക്സേഷന് കുറഞ്ഞു വരുന്നതാണ്. ഇനി ഞാൻ 1 മുതൽ 10 വരെ എണ്ണുമ്പോഴേക്ക് നിങ്ങൾ റിലാക്സേഷൻ കുറഞ്ഞ് നിങ്ങൾ പൂർവ്വ അവസ്ഥയിലേക്ക് തന്നെ മടങ്ങുന്നതാണ്. 1, നിങ്ങളുടെ റിലാക്സേഷൻ കുറഞ്ഞു വരുന്നു. 2, 3, 4, 5, 6, 7, 8, 9, 10. കൈപ്പത്തികൾ കൂട്ടിത്തിരുമ്മി നിങ്ങളുടെ കൺപോളകൾമേൽ വെച്ചിട്ട് സാവധാനം കണ്ണ് തുറക്കുക. ഹാവ് എ നൈസ് ഡേ. എല്ലാരും മെഡിറ്റേഷനിൽ തിരിച്ചെത്തി എന്ന് വിചാരിക്കണം. എങ്ങനെ ഉണ്ടായിരുന്നു മെഡിറ്റേഷന്? ഒന്ന് ചാറ്റ് ബോക്സിൽ പറയാമോ? എങ്ങനെ നിങ്ങൾ ഫീൽ ചെയ്തു? താങ്ക് യു, താങ്ക് യു. ഇനി നമുക്ക് ചെറുതായിട്ടൊരു ഇത് എഴുതാം. അതായത് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഒരു 5 അനുഗ്രഹങ്ങൾ, നിങ്ങൾക്ക് ഏറ്റവും വലിയ അനുഗ്രഹമായി തോന്നുന്ന ഒരു 5 നിങ്ങളൊന്ന് ലിസ്റ്റ് ചെയ്യും. ഇപ്പൊ നമ്മൾ മെഡിറ്റേഷൻ കഴിഞ്ഞതാണ് അല്ലെ, നമ്മുടെ ഫോക്കസ് കോൺസെൻട്രേഷൻ ഒക്കെ കൂടിയത്. അതേപോലെ തന്നെ നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാനൊക്കെ പറ്റുന്ന ഒരു ടൈമാണ്. അപ്പൊ നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായിട്ട് തോന്നുന്നത് ഒരു 5 കാര്യങ്ങൾ ഇന്ന് ലിസ്റ്റ് ചെയ്യാം. പേനയും ബുക്കൊക്കെ കയ്യിലുണ്ടാവുന്ന കിട്ടണം.
എഴുതി കഴിഞ്ഞാല് ചാറ്റ് ബോക്സിൽ ഒന്ന് ഡൺ എന്ന് കൊടുക്കുക കേട്ടോ. ഓക്കെ. ഏകദേശം ആൾക്കാരൊക്കെ എഴുതി കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലെ. നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അതായത് വിശുദ്ധ റമദാനിലൂടെയാണ് നമ്മളൊക്കെ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളെ ജീവിതത്തിലൊക്കെ ഒരുപാട് റമദാനുകൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അല്ലെ. റമദാൻ വരുന്നതിന്റെ കുറെ മുന്നേ തന്നെ നമ്മൾ പ്രാർത്ഥിക്കും, റമദാനിലേക്ക് നമ്മൾ എത്തിക്കണേ എന്ന് പറഞ്ഞുകൊണ്ട്. എന്നിട്ട് റമദാനില് നമ്മള് ഭയങ്കരമായിട്ടുള്ള ഭക്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാവും നമുക്ക്. ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കും. പക്ഷെ റമദാൻ കഴിഞ്ഞാല് നമ്മൾ പഴയ പോലെ തന്നെ ആവുകയാണ്. എന്താണ് അതിനുള്ള കാരണം? നമുക്കൊന്ന് അന്വേഷിച്ചു പോവാം. എന്താണ് നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? പടച്ചതമ്പുരാൻ നോമ്പിനെ കുറിച്ച് എന്താണ് പറഞ്ഞത്? യാ അയ്യുഹല്ലദീന ആമനു കുത്തിബ അലൈക്കുമുസ് സിയാമു കമാ കുത്തിബ അലല്ലദീന മിൻ ഖബ്ലിക്കും ലഅല്ലക്കും തത്തഖൂൻ എന്നാ പറഞ്ഞത് അല്ലെ. വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നോമ്പ് നിർബന്ധമാക്കിയിരിക്കുന്നു, മുൻകാലക്കാർക്ക് നിർബന്ധമാക്കിയതുപോലെ. ലഅല്ലക്കും തത്തഖൂൻ, നിങ്ങൾ സൂക്ഷ്മത പാലിക്കാൻ വേണ്ടി, നിങ്ങൾക്ക് സൂക്ഷ്മത ഉണ്ടാകാൻ വേണ്ടി അല്ലെ, തഖ്വ ഉണ്ടാകാൻ വേണ്ടി. അപ്പൊ ഈ തഖ്വ എന്ന് പറയുന്ന സാധനം, സൂക്ഷ്മത എന്ന് പറയുന്ന സാധനം എവിടെയാണ് ഉണ്ടാവുക? എവിടെയാണ് ഉണ്ടാവേണ്ടത്? അത് നമ്മുടെ ഹൃദയവുമായി ബന്ധപ്പെട്ട സാധനമാണ് അല്ലെ. നമ്മളെ ശരീരവുമായി ബന്ധപ്പെട്ടതല്ല, നമ്മുടെ മനസ്സുമായിട്ട് ബന്ധപ്പെട്ടതല്ല, പക്ഷെ അതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഏറ്റവും കൂടുതൽ റിലേറ്റ് ചെയ്ത് കിടക്കുന്നത് പിന്നെ ഹൃദയത്തിലാണ്. അപ്പൊ നോമ്പിന് നമുക്ക് മൂന്ന് തലങ്ങളുണ്ട്. ഒന്ന് ശാരീരികമായിട്ടുള്ള തലം, ഒന്ന് മാനസികമായിട്ടുള്ള തലം, പിന്നെ പറയുന്നത് ഹൃദയവുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ ആത്മീയമായിട്ടുള്ള തലം എന്ന് പറയുന്നത്. ഹൃദയവുമായിട്ടാണ് ആത്മാവ് ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശാരീരിക തലം എന്ന് പറയുമ്പോൾ നമ്മൾ അന്നപാനീയങ്ങൾ വെടിയുക, അതേപോലെ തന്നെ നമ്മൾ ഉറക്കത്തിനൊക്കെ ഒരു ക്രമീകരണം, ഒരു കൺട്രോളിങ്, അതേപോലെ തന്നെ പിന്നെ നമ്മളെ സെക്ഷൽ ലൈഫിനൊക്കെ ഒരു കൺട്രോളിങ് അല്ലെ. അതാണ് ശാരീരികമായിട്ടുള്ള തലം എന്ന് പറയുന്നത്. എന്നാൽ മാനസികമായിട്ടുള്ള തലം എന്ന് പറയുമ്പോഴോ, നമ്മളെ കാഴ്ച, കേൾവി അല്ലെ, ചിന്ത, ഇതൊക്കെ കേന്ദ്രീകരിച്ചുള്ള, നമ്മൾ എന്ത് കാണുന്നു എന്ത് കേൾക്കുന്നു അതുപോലെ തന്നെയാണെന്ന് വെച്ചാൽ നമ്മളെ ചിന്തകൾ വരിക. അപ്പൊ എന്ത് കാണണം, എന്ത് കേൾക്കണം, എന്ത് ചിന്തിക്കണം, അതിനൊക്കെ ഒരു കൺട്രോള്. അതാണ് മാനസികമായിട്ടുള്ള തലം എന്ന് പറയുമ്പോൾ അല്ലെ. എന്നാൽ ആത്മീയ തലം എന്ന് പറയുമ്പോഴോ, അതിന് ഒരുപാട് തലങ്ങളുണ്ട് അല്ലെ. ആത്മീയമായിട്ടുള്ള ഇതിലൂടെ ഈ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ കൺട്രോൾ വെച്ചിട്ടാണ് നമ്മൾ എവിടെ എത്തേണ്ടത്? ആത്മീയമായിട്ടുള്ള തലത്തിൽ നമ്മൾ എത്തിച്ചേരേണ്ടത്. അതാണ് എന്ത്, നമ്മളെ നോമ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്.
ആത്മവിശുദ്ധി കൈവരുത്തുക എന്നുള്ളതാണ്. ഹൃദയത്തെ ശുദ്ധീകരിക്കുക, റിമൂവിങ് ദ ഇമ്പ്യൂരിറ്റീസ് ആണ് അതുകൊണ്ടുള്ള ഉദ്ദേശം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ എന്തുകൊണ്ടാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്? റമദാൻ മാസത്തിൽ നോമ്പ് നിർബന്ധമാക്കാനുള്ള കാരണം എന്താണ്? അതിനുള്ള കാരണം എന്താണ്? ഷഹ്റു റമദാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആന ഹുദൽ ലിന്നാസി വബയ്യിനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, അല്ലെ? ആ റമദാൻ മാസത്തിലാണ് ഖുർആൻ അവതരിക്കപ്പെട്ടത്, അല്ലെ? കാരണം എന്താണ്? അത് സന്മാർഗ ദർശനമാണ്, അതേപോലെ തന്നെ സത്യാസത്യ വിവേചനമാണ്. അപ്പൊ എന്താണ് ഈ സന്മാർഗ ദർശനം എന്ന് പറയുന്നത്? അല്ലെ, നമ്മളിപ്പോ എന്ത് ഇലക്ട്രോണിക് ഗാഡ്ജറ്റ് വാങ്ങുകയാണെങ്കിലും അതിന് യൂസേഴ്സ് മാനുവൽ ഉണ്ടാവും, അല്ലെ? അതിന്റെ കാറ്റലോഗ് ഉണ്ടാവും. അത് വെച്ചിട്ടാണ് നമ്മൾ അതിനെ പ്രവർത്തിക്കുന്നത്. അപ്പൊ ദൈവത്തിന്റെ സൃഷ്ടികളാണ് നമ്മൾ. അത് എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സൃഷ്ടികളല്ല തീരുമാനിക്കേണ്ടത്, അത് സൃഷ്ടിച്ച ദൈവം. അപ്പൊ നമ്മൾ എങ്ങനെ ജീവിക്കണം അതൊക്കെ തീരുമാനിക്കുക എങ്ങനെയാണെന്ന് പറഞ്ഞു തരാനുള്ള പടച്ച തമ്പുരാന്റെ കലാമാണ് യൂസേഴ്സ് എന്ത് ഖുർആൻ എന്ന് പറയുന്നത്. അതുകൊണ്ട് അതനുസരിച്ച് ആ ഖുർആനിന്റെ വാർഷികാഘോഷം കൂടിയാണ് എന്ത് ഈ ശുദ്ധ റമദാൻ എന്ന് പറയുന്നത്, അല്ലെ? അതിന്റെ വാരം വരാൻ പറഞ്ഞത് ഖുർആനിൽ എന്തൊക്കെ പറഞ്ഞു, നമ്മുടെ ജീവിതത്തെ കുറിച്ച്, നമ്മൾ എങ്ങനെ ജീവിക്കണം എന്നുള്ളത് പഠിച്ച തമ്പുരാൻ നമ്മളോട് നേരിട്ട് സംസാരിക്കുകയാണ്, അല്ലെ? നമ്മൾ എപ്പോഴെങ്കിലും ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? ഉന്നതനായ സൃഷ്ടാവ് നമ്മളോട് ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. എന്തൊക്കെയാണ് നമ്മളോട് പറഞ്ഞത്? അതൊന്ന് ഹൃദയം വെച്ചിട്ട് ഹൃദയം കൊണ്ട് ചിന്തിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ? ഖുർആൻ ഇടക്കിടക്ക് ചോദിക്കുന്നത് തന്നെ, നിങ്ങൾ ഈ ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന്. അപ്പൊ നമ്മൾ ചിന്തിക്കണം, ഓരോ ഖുർആനായത്തിലും നമ്മൾ ചിന്തിക്കണം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളാണ്. ഖുർആന് ഇറങ്ങിയ മാസമാണ്, അപ്പൊ ഖുർആനോട് ഏറ്റവും അടുക്കേണ്ട മാസമാണ്, അല്ലെ? അതിങ്ങനെ കത്തം ഓതി തീർക്കുക എന്നതിന്റെ അപ്പുറത്തേക്ക് എന്ത് അതിൽ പറഞ്ഞു, അതിന്റെ ഒരു ആത്മാവ്, ഓരോന്നിനൊരു ആത്മാവുണ്ട്, അല്ലെ? ഓരോന്നിനൊരു സോൾ ഉണ്ട്. അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിലേക്ക് അടുക്കുക. ഖുറാനിലേക്ക് ഏറ്റവും അടുക്കേണ്ട മാസമാണ്. പിന്നെ നമ്മൾ പറയും, പിന്നെ റമദാനിൽ ഓരോ പത്തിന് ഇങ്ങനെ ഡിവൈഡ് ചെയ്യും, അല്ലെ? ആദ്യത്തെ 10 എന്ന് പറയുന്നത് റഹ്മത്തിന്റെ മാസം എന്ന് പറയും, അല്ലെ? റഹ്മത്തിന്റെ 10. പിന്നെ അതായത് ഗ്രാറ്റിറ്റ്യൂഡിന്റെ. രണ്ടാമത്തത് ഫോർഗീവ്നെസിന്റെ. മൂന്നാമത്തത് നരകത്തിനോട് കാവൽ ചോദിക്കുന്ന സ്വർഗത്തെ ചോദിക്കുന്ന 10. അങ്ങനെ 3 പത്തുകളായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്, അല്ലെ? അപ്പൊ ആദ്യത്തെ 10 എന്ന് പറയുന്നത് എന്താണ്? അനുഗ്രഹത്തിന്റെ 10ആണ്. അപ്പൊ നമുക്ക് പടച്ച തമ്പുരാന്റെ അനുഗ്രഹങ്ങൾ ഓർക്കാൻ, അല്ലെ? ലയിൻ ശക്കർത്തും ലസീദന്നക്കും എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൽ നമ്മള് ഹംദും ഉണ്ട് ശുക്റും ഉണ്ട്, അല്ലെ? ഹംദ് ശുക്ർ രണ്ടും രണ്ടാണ്. ഹംദ് എന്ന് പറയുമ്പോൾ എന്താണ്? അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. നമുക്ക് എന്തെങ്കിലും കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലും, നമ്മൾ പറഞ്ഞാലും പറഞ്ഞിട്ടില്ലെങ്കിലും, നമ്മൾ സമ്മതിച്ചാലും സമ്മതിച്ചിട്ടില്ലെങ്കിലും എല്ലാ പിന്നെ സ്തുതിയും അള്ളാഹുവിനാണ് എന്ന് സമ്മതിക്കണം. അത് യാതൊരു സംശയവുമില്ല. നമ്മൾക്ക് എന്ത് കിട്ടിയാലും കിട്ടിയിട്ടില്ലെങ്കിലൊക്കെ എല്ലാ സ്തുതിയും പടച്ച തമ്പുരാനുള്ളത് ആണ് എന്നുള്ളതാണ് അൽഹംദുലില്ലാ എന്ന് പറയുന്നത്. എന്നാൽ ശുക്ർ എന്ന് പറയുമ്പോഴെന്താണ്? നമുക്ക് എന്ത് ചെയ്യാം? കിട്ടിയതിന് നന്ദി കാണിക്കലാണ്. ആ കിട്ടിയതിന് നന്ദി കാണിക്കുമ്പോഴാണ് ലഇൻ ശക്കർത്തും ലഅസീദന്നക്കും, അല്ലെ? അത് അറബിന്റെ ഗ്രാമറൊക്കെ അറിയുന്നവർക്ക് 2 സ്ട്രെസ് അവിടെ കൊടുത്തിട്ടുണ്ട്, ഉറപ്പാക്കിയിട്ട് പറഞ്ഞിട്ടുണ്ട്. ആരാണ് പറഞ്ഞത്? പടച്ച തമ്പുരാനാണ് പറഞ്ഞത്, അല്ലെ? അതിപ്പോ പിന്നെ ശാസ്ത്രമൊക്കെ പറയുന്നുണ്ട്, നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിച്ചാൽ നമുക്ക് അധികരിച്ചു തരും, അല്ലെ? പടച്ച തമ്പുരാൻ അതായത് ഈ ഭൗതികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു കാര്യകാരണ വ്യവസ്ഥക്ക് അതീതമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് കാണുമ്പോൾ അതിനാണ് സയൻസ് എന്ന് പറയാം, അല്ലെ? പടച്ച തമ്പുരാന്റെ ഈ ഭൂമിയും അതേപോലെ തന്നെ യൂണിവേഴ്സ് ഒക്കെ പ്രവർത്തിക്കുന്നതിന്റെ കാര്യകാരണ ബന്ധത്തിനാണ് നമ്മൾ സയൻസ് പറയുന്നത്. അപ്പൊ സയൻസും സ്പിരിച്വാലിറ്റി രണ്ടും രണ്ടല്ല, രണ്ടും ഒരുമിച്ച് നീങ്ങേണ്ട സാധനങ്ങളാണ്. അപ്പൊ നമ്മൾ നന്ദി കാണിച്ചുകൊണ്ടേയിരിക്കുക നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങൾ. നമ്മൾ ഫസ്റ്റ് വിചാരിക്കും, എന്ത് അനുഗ്രഹം കിട്ടിയിട്ടുള്ളത്, എനിക്ക് എന്നും ദുരിതം തന്നെയാണല്ലോ, എനിക്ക് എന്നും പ്രയാസമാണല്ലോ. പിന്നെയാണ് ഇന്ന് രാവിലെ നമ്മൾ എണീറ്റിട്ടുണ്ടോ, അല്ലെ? എത്രയോ ആൾക്കാർ ഉറക്കത്തിൽ നിന്ന് എണീക്കാതെ പോയിട്ടുണ്ട്. അപ്പൊ എനിക്ക് പുതിയ ദിവസം തന്നു, അതിന് പടച്ച തമ്പുരാനോട് നന്ദി പറയുക, അല്ലെ? എനിക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. അതാ ശ്വസിക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഹോസ്പിറ്റലിൽ പോയി കിടക്കുമ്പോൾ നമുക്ക് അറിയാം അതിനെത്ര പൈസ ചെലവാകുന്നുണ്ട്, അല്ലെ? നമുക്കതൊന്ന് ഒരു 2 ദിവസം ഒരു ICUലൊക്കെ കടന്നാൽ നമുക്കറിയാം ഭീമമായിട്ടുള്ള
പൈസ വരുന്നു. അപ്പൊ അതിനൊക്കെ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക. അതേപോലെ നമുക്ക് നല്ലോണം കാണാൻ പറ്റുന്നുണ്ട് അല്ലേ? നമ്മളതൊരു കൂട്ടത്തിൽ ആർക്കും കാണാൻ പറ്റാത്തവരില്ല. നല്ല കാഴ്ചശക്തി ഉണ്ട്, കേൾവി ശക്തി ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അതോ നമ്മള് പിന്നെ ഉള്ളിലേക്കൊന്ന് നോക്കിയാൽ എന്തൊക്കെ അനുഗ്രഹങ്ങളാണ്. നമ്മളെന്താ മില്യൺ കണക്കിന് ട്രില്യൺ കണക്കിന് കോശങ്ങൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടതാണ്. ഓരോ കോശത്തിനകത്തും ഓരോ സെക്കൻഡിലും ബില്യൺ കണക്കിന് കെമിക്കൽ റിയാക്ഷൻ നടക്കുന്നുണ്ട് ഓരോ കോശത്തിനകത്തും. അങ്ങനെയൊക്കെ ആലോചിച്ച് നോക്കിയാൽ നമ്മൾ ആകെ അത്ഭുതപ്പെടും. അത് പടച്ച തമ്പുരാൻ പറഞ്ഞതാണ്. ആകാശ ചക്രവാളങ്ങളിൽ നിങ്ങളുടെ അകത്ത് തന്നെ നിങ്ങൾക്ക് ദൃഷ്ടാന്തങ്ങൾ തന്നിട്ടുണ്ട് എന്ന് പറയുന്നത് അല്ലെ. ആയത്ത് എന്ന് പറഞ്ഞാൽ തന്നെ ദൃഷ്ടാന്തം, സയൻസ് എന്നാണ് അർത്ഥം. അപ്പൊ നമ്മുടെ ഉള്ളിലേക്ക് തിരിഞ്ഞു നോക്കിയാൽ ഫുള്ള് സയൻസ്. നമ്മളിങ്ങനെ അത്ഭുതപ്പെട്ടു പോടും. റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തിലാ അല്ലെ. പഠിച്ചോനെ, ഇതൊന്നും നീ വെറുതെ സൃഷ്ടിച്ചതല്ല. ആകാശത്തൊക്കെ ഒന്ന് നോക്കിയാൽ നമുക്ക് അത്ഭുതമാവും. അപ്പൊ അതാണ് ഒരു മുത്തഖീന്റെ ലക്ഷണം എന്ന് പറഞ്ഞാല്. നമ്മള് ആകാശത്തൊക്കെ നോക്കിയിട്ട് ഇങ്ങനെ അത്ഭുതപ്പെട്ടു എന്നൊക്കെ അതൊക്കെ പറയണത് എന്താണ്? പടച്ചവനോടുള്ള നന്ദിയാണ്. അതൊക്കെ ആരാധനയാണ് അല്ലെ. അതൊക്കെ തൊട്ട് പടച്ചോനെ ഇതൊക്കെ ഉണ്ടാക്കിയതാണല്ലോ നീ, അത്യുന്നതനാണ് എന്ന് പറയുന്നതൊക്കെ ഒരു ആരാധനയുടെ ഭാഗമാണ്. ജീവിതം മുഴുവൻ ആരാധനയാണ് അല്ലെ. ജീവിതം മുഴുവൻ ആരാധനയാകുന്നത് എപ്പോഴാണ്? നമ്മുടെ ഇന്റൻഷൻ പ്യുവർ ആകുമ്പോ അല്ലെ. അപ്പൊ നമ്മൾ ഒരു അടിച്ചു വരുന്നതും കൂടി എന്താവും? ആരാധനയായിട്ട് മാറും. അല്ലാതെ നമ്മൾ പിരാഗി പറഞ്ഞാണ് ചെയ്യണതെങ്കിൽ അത് ദുരന്തമായിരിക്കും. അപ്പൊ എന്താണ്? ഇന്നമൽ അഴ്മാല് ബിന്നിയാത്ത് അല്ലെ. ആക്ഷൻസ് ആർ ജഡ്ജ്ഡ് അക്കോർഡിംഗ് ടു ദ ഇന്റൻഷൻസ്. നമ്മുടെ ഇന്റൻഷന്റെ പ്യൂരിറ്റി അനുസരിച്ചാണ് എല്ലാ കർമ്മങ്ങളും പിന്നെ അളക്കപ്പെടുന്നത് അല്ലെ. അതേപോലെ തന്നെ പടച്ച തമ്പുരാന് ഏറ്റവും ഇഷ്ടമുള്ളത് എന്താണ്? ഒരു കർമ്മം എന്ന് പറയുമ്പോൾ അതിന്റെ ഇന്റൻഷന്റെ പ്യൂരിറ്റി, അതിന്റെ സിൻസിയറിറ്റി, അതേപോലെ തന്നെ എന്താണ്? കൺസിസ്റ്റൻസി അല്ലെ. ആ മൂന്ന് കാര്യങ്ങൾ ഒത്തിണങ്ങിയാലാണ് കാര്യങ്ങൾ റെഡിയാവുക. ഏത് കാര്യം കുറച്ചുകൊണ്ട് ഇട്ടു, കുറച്ച് ചെയ്തു, പിന്നെ ഇട്ട് പോയാൽ തീർന്നു അല്ലെ. അതേപോലെ അതുകൊണ്ട് നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? നമ്മുടെ ആത്മസംസ്കരണമാണ് അതോ ബാക്കിയുള്ളവരെ കാണിക്കാനാണ്? ബാക്കിയുള്ളവരെ കാണിക്കാനാണോ? അതായത് ഇതൊക്കെ ഹൃദയവുമായി ബന്ധപ്പെട്ട്, അത് വേറെ ആർക്കും കാണുന്നില്ല. നമ്മളെ പഠിച്ച തമ്പുരാൻ നോക്കുന്നത് എവിടെയാണ് പറഞ്ഞത്? നിങ്ങളുടെ ഹൃദയത്തിലാണ്. നിങ്ങളെ വേഷഭൂഷാദികൾക്കോ പുറമേ ഉള്ള വാക്കുകളിലോ പ്രവർത്തിക്കോ ഒന്നും അല്ല നോക്കുക. അതിന്റെ ഉള്ളിലുള്ള, അതായത് ഹൃദയത്തിലേക്കാണ് നോക്കുക. അത് ചെയ്യുമ്പോൾ നിങ്ങളും ഹൃദയത്തിൽ എന്താണുള്ളത്? ആരെങ്കിലും കാണിക്കണം എന്നാണോ? വല്ലവരോടും പ്രതികാരം ചെയ്യണം എന്നുള്ള സ്വീറ്റ് റിവെഞ്ച് എന്നൊക്കെ നമ്മൾ പറയാറ്. ശരിക്കും അങ്ങനെയില്ല. സ്വീറ്റ് റിവെഞ്ചും ഇല്ല. എന്താണ്? നമ്മള് നമ്മളുടെ മനസ്സ്, നമ്മുടെ ഉന്നമനത്തിന് വേണ്ടി ബാക്കിയുള്ളവർക്കും അതുകൊണ്ട് നന്മ കിട്ടണം എന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടി അല്ലെ. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ നേടിയെടുക്കണം എന്നൊരു ആഗ്രഹം വെക്കുമ്പോ തന്നെ അതിന് ബാക്കിയുള്ളവരോടും കൂടി കാണുക. അതായത് ബാക്കിയുള്ളവർക്കും അത് നന്മയാണേ എന്ന് മനസ്സിലാക്കുമ്പോൾ, ആ നന്മ വരുത്തണേ എന്നൊരു ആഗ്രഹം ഉണ്ടാകുമ്പോൾ നമ്മുടെ ആഗ്രഹം പെട്ടെന്ന് നമുക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഡ്രീംസ് ഒക്കെ പെട്ടെന്ന് മാനിഫെസ്റ്റ് ചെയ്യാനുണ്ടാവും. അത് സമൂഹത്തിനും കൂടി നന്മയുള്ളതാകാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങനെ ഒരു ഇന്റൻഷൻ വെക്കുക. പ്യുവർ ആയിട്ട് അത് എനിക്ക് മാനിഫെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. അതാണ് ഇന്റൻഷൻ ബിഹൈൻഡ് ദ ഇന്റൻഷൻ. അതും കൂടി ചെക്ക് ചെയ്യണം. നിയത്ത് മാത്രം നോക്കിയാൽ പോലെ നിയത്തിന് പിന്നീട് നിയത്ത് ഉണ്ടാവും. അതായത് നമുക്ക് പഠിച്ച് ഉന്നതിയിൽ എത്തണം ഒന്നൊരു നിയത്ത്, അത് നല്ലൊരു നിയത്താണ്, നല്ലൊരു ഇന്റൻഷൻ ആണ് അല്ലെ. പക്ഷെ നമ്മള് പഠിക്കാത്തതിന് കളിയാക്കിയ ഒരു കൂട്ടരുണ്ടാവും. അവർക്കൊന്ന് കാണിച്ചു കൊടുക്കാന്നാണ് നമ്മളെ മനസ്സിലുള്ളത് എങ്കിൽ എന്തായി? നിയത്ത് തെറ്റി. അതാണ് ഇന്റൻഷന്റെ ബിഹൈൻഡ് ദ ഇന്റൻഷനും കൂടി നമ്മൾ ചെക്ക് ചെയ്യണം. ഇതൊക്കെ പ്യുവർ ആയാലാണ് നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കപ്പെടുക, നമ്മൾ പെട്ടെന്ന് ഉന്നതിയിലെത്താൻ പറ്റുക അല്ലെ. അപ്പൊ നമ്മളോടും എല്ലാരോടും കരുണ. അതായത് നിങ്ങൾ ഭൂമിയിലുള്ളവരോട് കരുണ കാണിക്കൂ, ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കണം എന്നാ പറഞ്ഞത് അല്ലെ. ഭൂമിയിലുള്ളത് എന്ന് പറയുമ്പോൾ ആര്? നമ്മൾ കൂടി ഉൾപ്പെടൂലേ. നമ്മൾ ഈ ഭൂമിയിലല്ലേ ഉള്ളത്. നമ്മൾ നമ്മളോട് കരുണ കാണിക്കണം. നമ്മൾ ഒരാളുടെ മുഖത്ത് നോക്കി പുഞ്ചിരിക്കുന്നത് നന്മയാണെന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലെ. എപ്പോഴും പുറത്ത് നമ്മളോടൊന്ന് ചിരിച്ചു നോക്കിയിട്ടുണ്ടോ? കണ്ണാടിയിൽ നോക്കിയിട്ട് നമ്മളൊന്ന് പുഞ്ചിരിക്കുന്നത് നല്ല നന്മയാണ് അല്ലെ. നമ്മള് കണ്ണാടി നോക്കുമ്പോ എന്താ പറയേണ്ടത്? എന്റെ മുഖത്തെ സൗന്ദര്യമുള്ളത് ആക്കിയതുപോലെ എന്റെ മനസ്സിനെ നീ സൗന്ദര്യമുള്ളതാക്കണേ. മുഖത്തെ കുറിച്ച് നമ്മൾ കണ്ണാടി നോക്കുമ്പോ എന്തായാലും പറയാം, അപ്പൊ ഇവിടെ ഒരു പിന്നെ കുരു ഉണ്ടായിട്ടുണ്ട്, ഇതിന്റെ ഈ പുരികം നന്നല്ല, എന്റെ കണ്ണ് അങ്ങനെയാണ്, മുക്ക് എങ്ങനെയാണെന്നൊക്കെ അല്ലേ നമ്മള്. അപ്പൊ എന്തായി? ഇതേപോലെ തന്നെയാണ് നമ്മളെ മനസ്സും ആവുക അല്ലെ. നമ്മളെ കുറിച്ച്, അതിനാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത് അല്ലെ. നമ്മളെ കുറിച്ച് നമുക്ക് എന്താണ് ധാരണ ഉള്ളത് അതുപോലെ നമ്മളെ മനസ്സിലാക്കാനാ പറഞ്ഞത്. അപ്പൊ നമ്മളെന്താണ്? നമ്മളെ കുറിച്ചുള്ള ഒരു നല്ലൊരു ബോധം, നല്ലൊരു സൗന്ദര്യ ബോധം അല്ലെ, നല്ലൊരു ധാരണ നമ്മൾ ഉണ്ടാക്കിയിരിക്കണം. അല്ലെങ്കിൽ എന്താ നമ്മളെ കുറിച്ച് നമ്മൾ എപ്പോഴും മോശമാണ് പറയണതെങ്കിലോ, ഞാൻ മോശമാണ് അങ്ങനെ ഓരോ ചീത്തപ്പേര് പറയല്ലോ നമ്മളെ.
ഇന്ന അതിനൊന്നും പറ്റൂല അതിനൊന്നും. അതപ്പൊ നമ്മൾ ആരെയാണ് സത്യത്തിൽ പറയണത്? ആരെയാണ്? നമ്മളെ മാത്രല്ല, നമ്മളെ പടച്ചോനും കൂടിയാ പറയണത്. നമ്മൾ പടച്ചോനിലേക്ക് ഇങ്ങോട്ട് അർപ്പിച്ചുകൊണ്ട്, അതായത് പടച്ചോന് ഇതിനൊക്കെ കഴിയും, എനിക്ക് പിന്നെ വമാ റമൈത്ത ഇത് റമൈത്ത വലാകിന്നല്ലാഹ റമ എന്നൊരു പ്രയോഗം ഉണ്ട് ഖുർആനില് അല്ലെ. അതായത് ബദർ യുദ്ധത്തിന്റെ സമയത്ത് ഇവരൊക്കെ ഇങ്ങനെ എന്താണ് നിൽക്കുമ്പോൾ എന്താണ് പിന്നെ നബി ഒരു പിടി മണ്ണ് വാരി എറിയുന്നുണ്ട്. അങ്ങനെ ആ ശത്രുക്കളുടെ ഒക്കെ കണ്ണില് കുറുമ്പായിട്ട് അവർക്കൊന്നും കണ്ണാണാൻ പറ്റാത്തൊരവസ്ഥ ഉണ്ടായി. അതിന് പഠിച്ചവൻ പറയണ്ടേ, ഈ എറിഞ്ഞപ്പോ സത്യത്തിൽ ഈ എല്ലാം എറിഞ്ഞത് ഞാനാണ് എറിഞ്ഞത്. ഏഹ് അമാറമയത്ത് ഇത് റമയത്ത വാലാക്കിന്നല്ലാഹറമ. അതേപോലെ തന്നെ ഇപ്പൊ നമ്മള് എവിടെയെങ്കിലും സംസാരിക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കുമ്പോ നമുക്ക് ഇങ്ങനെ ഭയങ്കര ബേജാറായിരിക്കും അല്ലെ. ഞാൻ എന്താക്കും, ഞാൻ എന്താക്കും, ഞാൻ എന്താക്കും. തൽക്കാലം നമ്മളവിടെ മാറ്റി വെക്കുക. ഈ എന്ന് പറയുന്ന ഈഗോ ഉണ്ടല്ലോ, നെഫ്സ് എന്നൊക്കെ പറയുന്ന സാധനം, അതിനവിടെ മാറ്റി വെച്ചിട്ട് ഞാൻ പടച്ചോന്റെ സൃഷ്ടിയാണ്, പടച്ചോൻ എന്നെ കൊണ്ട് എനിക്ക് പറ്റും, ചെയ്തു തരും. അതിനാണ് നമ്മൾ ഫെയ്ത്ത് എന്ന് പറയുന്ന ഒരു എലമെന്റ് അല്ലെ. അത് ഫെയ്ത്ത് എപ്പോഴാണ്ടാണത്? തവക്കുൽ എപ്പോഴാണ് ഉണ്ടാകുന്നത്? ഒട്ടകത്തെ കെട്ടിയിട്ടിട്ട് തവക്കുൽ ചെയ്യാനാ പറഞ്ഞത്, സറണ്ടർ ചെയ്യാനാ പറഞ്ഞത് അല്ലെ. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷമാണ് തവക്കുലാക്കാൻ പറ്റുള്ളൂ. നമ്മള് നമുക്കിപ്പോ ഒരു ക്ലാസ്സിന് പ്രിപ്പയർ ചെയ്യണോ, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക, എന്നിട്ട് പഠിച്ചോനിൽ അർപ്പിക്കുക. ഇനി ഞാൻ എന്താക്കും, ഞാൻ എന്താക്കും, ഞാൻ എന്താക്കും എന്നുള്ളത് വിചാരിക്കാതിരിക്കുക അല്ലെ. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അപ്പൊ ഈ ഗ്രാറ്റിറ്റ്യൂഡിന്റെ ഗണത്തിൽ വരുന്ന നമ്മൾ ഓരോന്ന് അതായത് നമ്മള് എന്ത് ചെയ്തിട്ടുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്കും ചെയ്തിട്ടുണ്ട്, ബാക്കിയുള്ളവർക്ക് അത് നമ്മളാദ്യം അംഗീകരിക്കുക. നമ്മൾ നമുക്ക് ഒരു 10 പൈസന്റെ വില ഇട്ടിട്ടുള്ളെങ്കിൽ ബാക്കിയുള്ളവരാരും നമുക്ക് വില ഇടില്ല. അതിന്റെ അപ്പുറത്ത് കാര്യം വില ഇടാൻ കഴിയില്ല. ഫസ്റ്റ് നമ്മളാണ് വില ഇടുന്നത്. അതിനനുസരിച്ചുണ്ടാവും ബാക്കിയുള്ളവർ നമുക്ക് വില ഇടുന്നത്. അപ്പൊ നമ്മളോട് നമ്മൾ നന്ദി പറയാ അല്ലെ. അതേപോലെ തന്നെ ബാക്കിയുള്ളവരൊക്കെ എന്തെങ്കിലും ചെയ്തു തന്നിട്ടുണ്ടെങ്കിൽ അതിന് നന്ദി പറയാ. പടച്ചവനോട് എപ്പോഴും നമ്മൾ നന്ദിയിലാകുക. അതിനാണ് റിമംബറൻസ് അല്ലെ. എന്താ പടച്ചവൻ പറഞ്ഞത്? ഹൃദയങ്ങൾക്ക് ശാന്തത ലഭിക്കുന്നത് പടച്ചോനെ കുറിച്ചുള്ള ഓർമ്മ കൊണ്ട് മാത്രമാണ്. വേറൊന്നും നമുക്ക് ഒരാളോട് ഭയങ്കര ഇഷ്ടമുണ്ട് വിചാരിക്കുക, ഭയങ്കര ഇഷ്ടമുള്ള ഒരു ഇഷ്ടം. അപ്പൊ നമുക്ക് ഇങ്ങനെ ബേജാറായി, നമ്മളൊരു മെസ്സേജ് അയച്ചു, അതിന് മെസ്സേജിന് എന്താ റിപ്ലൈ തരാത്തത്? അല്ല ഞാൻ പിന്നെ അങ്ങോട്ട് കൊടുക്കാതെ തന്നെ നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് അയച്ചൂടെ? നമ്മളെ വിളിക്കാത്തത്? ഇങ്ങനെ ഇങ്ങനെ ഒരു അറ്റാച്ച്മെന്റ് ആയിട്ടുള്ള ഈ സ്ഥാനത്ത് കൂടെ ഇങ്ങനെ കയറി പോകുമ്പോ പടച്ചോനിലൊന്ന് അവക്കലാക്കി നോക്കി. അപ്പൊ ആ അങ്ങനത്തെ സമാധാനക്കേട് മുഴുവൻ നമുക്ക് അസ്തമിക്കും അല്ലെ. അപ്പൊ നമ്മളിലേക്ക് വേണ്ടപ്പെട്ടവർ നമ്മളിലേക്ക് വരും ചെയ്യും. അതേപോലെ തന്നെ നമ്മളിങ്ങനെ നന്ദി പറയാ എന്ന് പറയുമ്പോഴേ നമുക്ക് ഇങ്ങനെ പുറമേക്ക് അനുഗ്രഹമായിട്ട് തോന്നണതിന് മാത്രല്ല, പടച്ച തമ്പുരാൻ പറഞ്ഞത് എന്താ അറിയോ? ഇന്ന മാൽ ഉസ്രി യുസ്ര. ഇന്ന മാൽ ഉസ്രി യുസ്ര. അതിന്റെ അർത്ഥം എന്താണ്? തീർച്ചയായും പ്രയാസത്തോടൊപ്പം എളുപ്പമുണ്ട് എന്നാണ് പറഞ്ഞത് അല്ലെ. ഞെരുക്കത്തോടൊപ്പം എളുപ്പമുണ്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഓരോ പ്രയാസങ്ങളും വരുമ്പോ അതിന്റെ ഒപ്പം തന്നെ എളുപ്പം കൂടിയാണ് പഠിച്ചിട്ടാണ് വിടുന്നത് അല്ലെ. ഒരു പ്രോബ്ലം നമുക്ക് തരുമ്പോഴേ അതിന്റെ സൊല്യൂഷനും കൂടെ തന്നെ ഉണ്ട്. നമ്മളെ ടൈമിങ്ങും പടച്ചമ്പുരാന്റെ ടൈമിങ്ങും ഒരേപോലെ അല്ല. നമ്മളെ ടൈമിനനുസരിച്ച് നമുക്ക് കിട്ടൂല. അപ്പോഴാണ് നമുക്ക് ബേജാറാണത്. നമുക്ക് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് അങ്ങോട്ട് സമർപ്പിക്കാം അല്ലേ. പടച്ചോനെ ഞാൻ എനിക്ക് ചെയ്യാനുള്ളതൊക്കെ ചെയ്തു, ഇനി നിന്നിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ എന്തൊരു സുഖമായിരിക്കും, മനസ്സിന്റെ സമാധാനമായിരിക്കും. അല്ലെങ്കിൽ എന്തായിരിക്കും, ഞാൻ എന്താക്കും, അതാക്കും, ഇതാക്കും എന്നുള്ള അല്ലെ. ഇങ്ങനെയാണ് നമുക്ക് പരീക്ഷണങ്ങൾ വരുന്നുണ്ടെങ്കിൽ സന്തോഷിക്കുക. എന്താ കാരണം? പടച്ചോൻ ഏറ്റവും ഇഷ്ടമുള്ളവരായിരിക്കും ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചിട്ടുണ്ടാവുക. ഈ പ്രവാചകന്മാരുടെ ചരിത്രം ഒത്തെടുത്ത് നോക്കി. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അത്ര ആരെങ്കിലും പരീക്ഷിച്ചു നോക്കിയിട്ടുണ്ട്? മുഹമ്മദ് നബിക്ക് അല്ലെ ചെറുപ്പത്തിൽ തന്നെ ഉമ്മ പോയി, ബാപ്പ പോയി, പിന്നെ അതേപോലെ തന്നെ സംരക്ഷിച്ചീന പിന്നെ പിതാമഹന് പോയി, എളാപ്പ് പോയി അല്ലെ. അങ്ങനെ ഓരോരുത്തരായിട്ടും നഷ്ടപ്പെടുകയാണ്. അതേപോലെ ഏറ്റവും സ്നേഹിച്ചിരുന്ന, ഏറ്റവും സപ്പോർട്ട് ചെയ്തിരുന്ന ഭാര്യ അല്ലെ, ഏറ്റവും ആവശ്യമായിട്ടുള്ള ഘട്ടത്തിൽ ഓരും പോയി. അതേപോലെ തന്നെ സ്വന്തം അല്ലമീന് എന്ന് വിളിച്ചിരുന്ന ആളുകളെ തന്നെ ഭ്രാന്തന്, മാരണക്കാരന്, അത് ഇത് എന്നൊക്കെ പറഞ്ഞ് എന്താണ് സഹിക്കാത്തത്? ഒരു മനുഷ്യനൊരു ജീവിതത്തിൽ അനുഭവിക്കേണ്ട എല്ലാ പ്രയാസങ്ങളും അനുഭവിച്ചിട്ടുണ്ട്. എന്നിട്ട് നബി എന്താ പറഞ്ഞത്? അതായത് നബി രാത്രിയിൽ ഇങ്ങനെ നിന്ന് നമസ്കരിക്കും അല്ലെ. നിന്നിങ്ങനെ നമസ്കരിക്കുമ്പോ കാലിലൊക്കെ ഇങ്ങനെ എന്താണ് നീര് വന്നതായിട്ട് ആര് കാണുന്നുണ്ട്? ആയിഷ ബീവി കാണുന്നുണ്ട്. അല്ല നബിയെ, നിങ്ങളുടെ എല്ലാ തെറ്റുകളും പടച്ചതമ്പുരാൻ എന്നെ പുറത്ത് തന്നുകണെന്ന് പറഞ്ഞതല്ലേ, പിന്നെ എന്തിനാണ് ഇങ്ങനെ?
എന്താ പറഞ്ഞത്? എനിക്ക് നന്ദിയുള്ള ഒരു അടിമയാകട്ടെ. എനിക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ ദൈവം തന്നിട്ടുണ്ട്. അതിനുള്ള നമ്മളിങ്ങനെ നോക്കിയാൽ എന്താ അനുഗ്രഹം, ഒരു ഭാഗത്ത് ഇങ്ങനെ നോക്കിയാൽ, ജീവിതം നോക്കിയാൽ അനുഗ്രഹങ്ങൾ എന്താ നമ്മൾ വിചാരിക്കും അല്ലെ? പക്ഷെ ഇന്നും നമ്മൾ എല്ലാവരും നബിനെ ഓർക്കുന്നുണ്ട് അല്ലേ, വാഴ്ത്തണുണ്ട്. അപ്പൊ അപ്പൊ എനിക്ക് അതൊക്കെ കാണാനുള്ള ഒരു മനസ്സുണ്ട്. ഞാൻ നന്ദിയുള്ള അടിമ ആകാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ രാത്രിയിൽ ഇങ്ങനെ നിന്ന് നമസ്കരിക്കണത് എന്ന് പറയുന്നത് അല്ലേ. അപ്പൊ നമ്മൾ നമുക്ക് കിട്ടിയിട്ടുള്ള അനുഗ്രഹങ്ങളെ കുറിച്ചിട്ട് ഇങ്ങനെ ഓർക്കാം. അതേപോലെ തന്നെ ഓരോ നബിമാരെ കാര്യം എടുത്തു കഴിഞ്ഞാൽ ഇബ്രാഹിം നബിനെ അല്ലെ കല്ലെറിഞ്ഞൊടിച്ചിട്ടുണ്ട്, തീയിലിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ എന്താണ് തവക്കലും ഫെയ്ത്തും ആണ് രക്ഷിച്ചത് അല്ലെ. ഇപ്പൊ എന്താ പറഞ്ഞ നാറുകൂനി ഭർത്തം വസലാമൻ അല ഇബ്രാഹിം. അവിടെ എന്താണ് തണുപ്പാകാൻ പറഞ്ഞു അല്ലെ. അതവിടെ പടച്ചോനിലുള്ള അചഞ്ചലമായ വിശ്വാസം കൊണ്ടാണ് അതായത്. അതേപോലെ തന്നെ മൂസാ നബിയും കൂട്ടരും ഇങ്ങനെ പോവാ. ഫിറാവിന് ബേക്കിലുണ്ട്, ഫിറാവിനും കൂട്ടരും എല്ലാ സർവായുധ സജ്ജരായിട്ട് പിന്നിലുണ്ട് അല്ലെ. മുന്നിൽ എന്താണ് ചെങ്കടലുണ്ട്. അപ്പൊ എന്താ പറഞ്ഞത്? ഈ മൂസാ നബിന്റെ അനുയായികൾ പറഞ്ഞു നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്ന് പറഞ്ഞല്ലേ. അപ്പൊ എന്താ പറഞ്ഞേ? മൂസാ നബി എന്താ ഇന്ന മയ റബ്ബി സയഹ്ദീൻ അല്ലെ. എന്റെ കൂടെ ആരുണ്ട്? റബ്ബുണ്ട്, എന്നെ സംരക്ഷിക്കും. അത് പറഞ്ഞോടുകൂടി എന്തായി അവിടെ? പക്ഷെ അവിടെ ഒരു ആക്ഷന് പറഞ്ഞിട്ടുണ്ട്. മൂസാ നബിനോട് വടി കൊണ്ട് അടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ. വടി കൊണ്ട് അടിച്ചപ്പോഴാണ് എന്ത് സംഭവിച്ചത്? കടൽ വളർന്നത്. അതായത് നമ്മളെ ആക്ഷൻ എല്ലായിടത്തും ഇമ്പോർട്ടന്റ് ഉണ്ട് എന്നാണ് നമ്മൾ മനസ്സിലാക്കണം. അങ്ങനെ അത് ഭൂമി അല്ല, കടല് രണ്ടായിട്ട് പിളർന്ന് അതിലൂടെ പോവാനുള്ള വഴി ഒരുക്കി. അപ്പോ ഓരോ പ്രയാസത്തിന്റെ അടക്കത്തും എന്തുണ്ട്? നമുക്ക് അനുഗ്രഹങ്ങൾ ഉണ്ട്. ഈ അനുഗ്രഹങ്ങളെ കാണാൻ പറ്റുന്നൊരു കണ്ണ്, അതാണ്. അതായത് നമ്മളുടെ പേഴ്സ്പെക്റ്റീവ് ഇല്ലേ, അത് മാറണം. അത് മാറുമ്പോഴാണ് നമുക്ക് സന്തോഷവും സമാധാനവും ഒക്കെ കിട്ടുക. അതായത് മരിച്ചു ചെന്നിട്ട് ഒരു സ്വർഗം ഉണ്ട് എന്നൊക്കെ പറയുന്നത്, അതിൽ വിശ്വസിക്കണ ആളാണ് നമ്മളെല്ലാവരും അല്ലെ. പക്ഷെ ഈ ലോകത്ത് സ്വർഗം അനുഭവിച്ചവർക്ക് മാത്രമാണ് പരലോകത്ത് സ്വർഗം ഉള്ളത് ആർക്കെങ്കിലും, നിങ്ങൾ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഈ ലോകത്തുള്ള സ്വർഗം എന്ന് പറയുന്നത് എന്താണ്? ഈ ഫെയ്ത്തിലൂടെയും തവക്കലിലൂടെ കിട്ടുന്ന ഒരു മനസ്സമാധാനം ഉണ്ടല്ലോ, അതിനാണ് നമ്മൾ ഈ ലോകത്തെ സ്വർഗം എന്ന് പറയുന്നത്. അതിലായവർക്ക് മാത്രമാണ് ഇതുള്ളത്, പരലോകത്തേക്ക് സ്വർഗം ഉള്ളത് എന്നാണ് പറയണത്. അപ്പൊ ഇതാണ് ഗ്രാറ്റിറ്റ്യൂഡ്, ആദ്യത്തെ 10 അറിയണേ അല്ലെ. അപ്പൊ ഈ പടച്ചോന്റെ അനുഗ്രഹങ്ങള്, അതേപോലെ തന്നെ നമുക്ക് ആരൊക്കെ അനുഗ്രഹങ്ങൾ തന്നിട്ടുണ്ട്? ഈ നമ്മളോട് ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ള നമ്മുടെ സഹജീവികൾ അല്ലെ. അതേപോലെ തന്നെ ഒരു വസ്തുവിനെയും വെറുതെ പഠിച്ചിട്ടില്ല അല്ലെ. ഓരോ ഇപ്പൊ ബട്ടർഫ്ലൈ ഇഫക്റ്റ് ഇതൊക്കെ നമുക്ക് അറിയണതാണ്. അപ്പൊ ഓരോ ജീവിക്കും ഇതിൽ ഒരു എന്താ പർപ്പസ് ഉണ്ട് അല്ലെ. ആ പർപ്പസ് മനസ്സിലാക്കുക, അതിനൊക്കെ നന്ദി പറയാ, നമ്മളോട് നന്ദി പറയാ. അപ്പൊ ലൈൻ ഷക്കർത്തും ലഅസീദന്നക്കും എന്ന്. പിന്നെ രണ്ടാമത്തെ 10 എന്ന് പറയുന്നത് മഗ്ഫിറത്തിന്റെ 10 അല്ലെ. മഗ്ഫിറത്തിന്റെ 10, ഫോർഗീവ്നെസിന്റെ 10 എന്ന് പറയുന്നത്. അത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ എന്താ? നമ്മളിപ്പോ ഒരു പർവ്വതത്തിലേക്ക് ഇങ്ങനെ കയറി പോവുക, പർവ്വതാരോഹണം നടത്തുകയാണ്. അപ്പോൾ നമ്മളെ ബാക്കിൽ നല്ലൊരു ഭാണ്ഡക്കെട്ടുണ്ട്. നമ്മളെ ഡ്രസ്സും കാര്യങ്ങളും എല്ലാ സാധനങ്ങളൊക്കെ ആയിട്ട് ഏറ്റി ഇങ്ങനെ പോവുക. എങ്ങനെ ഉണ്ടാവും ആ യാത്ര? നമുക്ക് വല്ലാതെ കയറാൻ പറ്റുമോ? ഭയങ്കര ബുദ്ധിമുട്ടാവും അല്ലെ. ഇതുപോലെ തന്നെയാണ് നമ്മളെ സക്സസിലേക്ക് എത്തിക്കുന്നത് തടയുന്നതാണ് നമ്മളോട് ബാക്കിയുള്ളവരോട് വെക്കുന്ന അസൂയ, വെറുപ്പ്, വിദ്വേഷം, പക. ഇതൊക്കെ ആരെയാണ് പിന്നിലേക്ക് നമ്മളെ മാത്രമാണ്. അതുകൊണ്ടാണ് നമ്മൾ വിട്ടുകൊടുക്കണം എന്ന് പറയുന്നത്, അല്ലാതെ ബാക്കിയുള്ളവർ ഔദാര്യമായിട്ടല്ല. പക്ഷെ ചിലവര് നമ്മളോട് ഭയങ്കരമായിട്ടുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടാവൂലേ, നമുക്ക് ക്ഷമിച്ചു കൊടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷേ അത് നമ്മളെ നന്മക്ക് വേണ്ടിയാണ്. അല്ലെങ്കിൽ നമ്മൾ എപ്പോഴും ഇതിലിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കും. ഇത് ചൊറിയണേലും ഒരു സുഖം ഉണ്ടാവും അല്ലെ. ഒരാള് നമ്മളെ ഒറ്റ പ്രാവശ്യമൊക്കെ ആയിരിക്കും കളിയാക്കി അല്ലെങ്കിൽ കുറ്റം പറയുകയൊക്കെ ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ എന്താ പറയാ റിപ്പീറ്റ് അടിച്ച് കാണും. അതിങ്ങനെ എന്താ പറയാ സിനിമയിലൊക്കെ കാണുന്ന പോലെ ആ രംഗം അങ്ങനെ അങ്ങനെ വീണ്ടും വീണ്ടും നമുക്ക് കണ്ടിട്ട് എന്താ, ആരെയാണ് നമ്മൾ പ്രയാസപ്പെടുത്തുന്നത്? നമ്മള് അയാൾ ഒരിക്കൽ നമ്മളെ പ്രയാസപ്പെടുത്തിയത് എങ്കിലും 10-100 പ്രാവശ്യം നമ്മൾ നമ്മളെ പ്രയാസപ്പെടുത്തി. അപ്പൊ നമ്മൾ നമ്മളോട് ആദ്യം ഫോർഗീവ്നെസ്സിനെ ചോദിക്കണം അല്ലെ. അവരെക്കാൾ ഏറെ നമ്മളെ പ്രയാസപ്പെടുത്തിയത് നമ്മളാണ്. ആ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് ഫോർഗീവ്നെസ്സിന് ഒരുപാട് തലങ്ങൾ, നമ്മളെപ്പോഴും വിചാരിക്കുക എന്താണ്, ഫോർഗീവ്നെസ് ബാക്കിയുള്ളവരോട് ചെയ്യണ ഔദാര്യാണെന്നാണ് നമ്മുടെ മനസ്സിലേക്ക് എപ്പോഴും വരിക. ഔദാര്യമില്ല, നമ്മൾ നമ്മളോട് കാണിക്കേണ്ടതാണ്. എന്നാലാണ് നമുക്ക് ഉയർച്ച ഉണ്ടാകുള്ളൂ. നമ്മൾ ഏത് കാര്യത്തിലും നമുക്ക് സക്സസ് കിട്ടണമെങ്കിൽ ഇതൊക്കെ കൊടുക്കണം അല്ലെ. അതായത് എത്രയും പെട്ടെന്ന് വിട്ടുകൊടുക്കണം. എന്നാലാണ് നമുക്ക്
ഉന്നതിയിലെത്താൻ പറ്റുള്ളൂ. എത്രയും നമ്മളത് ഹോൾഡ് ചെയ്യണം അത്രയും നമ്മള് ചീഞ്ഞ നാറ്. ഒരു ഉരുളക്കിഴങ്ങിന്റെ കഥയൊക്കെ എല്ലാരും കേട്ടിട്ടുണ്ടാവും, ഞാൻ പറയണില്ല. ഉരുളക്കിഴങ്ങ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള നമുക്ക് ബാക്കിയുള്ളവരുടെ നിന്ന് കിട്ടുന്ന സാധനങ്ങളൊക്കെ കുറെ കാലം നമ്മുടെ അടുത്ത് കൊണ്ടുവന്ന് വെച്ചാൽ എന്തായിരിക്കും, അത് ചീഞ്ഞ് മണക്കൂലേ, അത് ചീഞ്ഞ് മണക്കുക ചെയ്യാം. അതേപോലെ നമ്മളെ വീടിന്റെ ഉള്ളിൽ ഒരാൾ വേസ്റ്റ് കൊണ്ടുവന്നിട്ട് വിചാരിക്കുക, അപ്പൊ നമ്മളറിയോ ഓലല്ല കൊണ്ടുവന്നിട്ടത്, ഓലെന്നെ നന്നാക്കട്ടെ എന്ന് കാത്തുന്നാലും ഇങ്ങനെ ഉണ്ടാവും. നമ്മളെ വീടല്ലേ ചീഞ്ഞ നാറ. അതുകൊണ്ട് നമ്മളോട് ബാക്കിയുള്ളവർ ചെയ്തിക്കണെങ്കിലും നമ്മളെ നന്മയ്ക്ക് വേണ്ടി പെട്ടെന്ന് അത് നമ്മള് ഫോർഗീവ് ചെയ്തു കൊടുക്കുക. എന്നാൽ എന്തായി, നമ്മളെ മനസ്സും ശരീരവും എല്ലാം ക്ലിയർ ആയി കിട്ടും. നമുക്കൊരു ശാന്തമായിട്ടുള്ള ഒരു വഴിയിലൂടെ ഒക്കെ നീങ്ങാൻ പറ്റും അല്ലെ. പിന്നെ അതേപോലെ തന്നെ റമദാനെ കുറിച്ച് പറഞ്ഞത്, സ്വർഗത്തിന്റെ വാതിലുകൾ മലക്കെ തുറക്കപ്പെടുകയും നരകത്തിന്റെ വാതിലുകൾ അടയ്ക്കപ്പെടുകയും അല്ലെ, ചെകുത്താനെ പിശാചിനെ ബന്ധിക്കപ്പെടുകയും ചെയ്യുന്ന ഒരു മാസമാണ്. അതേപോലെ ഒരുപാട് ഓഫറുകളുള്ള, നമ്മളൊരു ഒരു ചുരിദാറിനൊരു 50 രൂപ കുറവുണ്ടെങ്കിൽ എവിടൊക്കെ പോകും നമ്മള് അല്ലെ. എന്നാലും പടച്ച തമ്പുരാൻ എത്രയോ ഓഫർ വെച്ചിട്ടുള്ള ഒരു മാസമാണിത്. അതിങ്ങോട്ട് കഴിഞ്ഞു പോവുക എന്ന് പറയുമ്പോൾ ഭയങ്കര നമ്മളെന്താ പറയാ, ഓരോ മൊമെന്റിലും നമ്മൾ ജീവിക്കുക അല്ലെ, ഓരോ മൊമെന്റിനും അറിഞ്ഞ് ഉപയോഗപ്പെടുത്തുക. ഇപ്പൊ എന്താ നമുക്ക്, അല്ലെങ്കിൽ പഠിച്ചോനെ റമദാൻ അത്ര എളുപ്പം തീർന്നു പോയോ എന്ന് ചോദിക്കാൻ നമ്മൾ പാടില്ല. അത് നമ്മൾ ഓരോ മൊമെന്റ് നമ്മൾ അറിയാത്തത് കൊണ്ടാണ്. ഓരോ മൊമെന്റിലും പഠിച്ചവനെ കുറിച്ചുള്ള ഓർമ്മയിലും ശുക്റിലും ഫോർഗീവ്നെസ്സിലൊക്കെ ആണെങ്കിൽ നമുക്ക് അത്ര പെട്ടെന്ന് കഴിഞ്ഞു പോയതായിട്ട് തോന്നൂല. നമ്മൾ റമദാനിൽ തന്നെ ആവണം എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിട്ട് കഴിഞ്ഞു പോണത് അതൊക്കെ. അല്ലാതെ എന്തൊക്കെയോ ഗഫലത്തിലായിട്ട് അത് കഴിഞ്ഞു പോയല്ലോ എന്ന് പറഞ്ഞത്, അതായത് റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് ഉന്നതിയിൽ എത്തിച്ചേരാൻ പറ്റിയിട്ടില്ലെങ്കിൽ അയാൾ നശിച്ചു പോട്ടെ എന്നാണ് പ്രവാചകൻ പറഞ്ഞത്. അത് അത്രയും പുണ്യമായിട്ടുള്ള മാസം. ഓരോ നമ്മൾ കൊടുക്കുന്ന ഓരോ സദക്കക്കൊക്കെ ഒരുപാട് പുണ്യങ്ങളുണ്ട് അല്ലെ. ഇപ്പൊ നമ്മൾ സ്വതക്ക എന്ന് പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഈ പൈസ കൊണ്ടുള്ള കാര്യം മാത്രം. ഇപ്പൊ പെണ്ണുങ്ങളൊക്കെ ആകുമ്പോൾ കുറെ ഏണിങ്സ് ഇല്ലാത്തവരൊക്കെ ഉണ്ടാവും അല്ലെ. പുഞ്ചിരി സദക്കയാണ് അല്ലെ. നമുക്ക് അറിവുണ്ടെങ്കിൽ ആ അറിവ് പകർന്നു കൊടുക്കല് സദക്കയാണ്. അപ്പൊ നമ്മളെ അടുത്ത് എന്തുണ്ടോ അത് കൊടുക്കല് സദക്കയാണ് അല്ലെ. പൈസ കൊണ്ടാവാം, അതേപോലെ തന്നെ നമുക്ക് ആരോഗ്യമുണ്ട്, അപ്പൊ നമുക്ക് ബാക്കിയുള്ളവർക്ക് ഹെൽപ്പ് ചെയ്ത് കൊടുക്കുക, അത് സദക്കയാണ്. അതേപോലെ വഴിയിൽ നിന്ന് ഉപദ്രവം നീക്കം ചെയ്യണത്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അതിൽ പെടും അല്ലെ. അതേപോലെ അപ്പൊ നമ്മൾ എന്താണ്, അതിനെ മാക്സിമം ഉപയോഗപ്പെടുത്തുക. അപ്പൊ നരകത്തൊക്കെ അടച്ചിട്ടൊക്കെയാണല്ലോ അല്ലെ. എന്നിട്ട് നമ്മൾ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ എന്ന് നമ്മൾ മനസ്സിലാക്കണ്ടേ. അപ്പൊ സ്വർഗത്തെ തുറക്കുകയും നരകം അടക്കുകയും പിശാചിനെ ബന്ധിക്കുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ തെറ്റിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അതൊരു വല്ലാത്തൊരു കേസാണ് അല്ലെ. അപ്പൊ ഈ കാര്യങ്ങളൊക്കെ നമ്മളെ ഓർമ്മയിൽ ഉണ്ടാവണം. പിന്നെ അതേപോലെ തന്നെ പിന്നെ പറയുന്നുണ്ട്, നിങ്ങള് വേണ്ടാത്ത വാക്കും പ്രവൃത്തിയും ഒക്കെ ഉപേക്ഷിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അന്നപാനീയം ഉപേക്ഷിക്കുന്നതുകൊണ്ട് പടച്ചോന് വലിയ കാര്യം അല്ലെ. അപ്പൊ നമ്മളെ വാക്ക് പ്രവൃത്തി അതിലൊക്കെ മോശപ്പെട്ടത് എന്തെങ്കിലും വരുന്നുണ്ടോ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ നമ്മളെ എപ്പോഴും ശ്രദ്ധിക്കണം. അതിലൊരു മോശം വരാൻ പാടില്ല. അല്ലാതെ നമ്മൾ കുറെ വെള്ളം ഒഴിവാക്കി ഭക്ഷണം ഒഴിവാക്കി അതുകൊണ്ട് എന്തെങ്കിലും നമുക്ക് കിട്ടാണ്ടോ. നമ്മൾ എന്താണ് ലാലക്കും തത്തപ്പോ സൂക്ഷ്മതയുള്ളവരാകാൻ വേണ്ടിയിട്ടാണ് പഠിച്ച തമ്പുരാൻ നമുക്ക് നോമ്പ് നിർബന്ധമാക്കിയത്. അതായത് ഹൃദയത്തെ ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് അല്ലെ, റിമൂവ് ദ ഇമ്പ്യൂരിറ്റീസ് എന്ന് പറയുന്നത്. നമ്മളെ ഹൃദയത്തിലുള്ള ഇമ്പ്യൂരിറ്റീസ് നീക്കാനുള്ള ഏറ്റവും നല്ല ടൂളാണ് എന്ന് പറയുന്നത് എന്താണ്, ഫോർഗീവ്നെസ്, ഗ്രാറ്റിറ്റ്യൂഡ്, അൺകണ്ടീഷണൽ ലവ്. അൺകണ്ടീഷണൽ ലവ് എന്ന് പറഞ്ഞാൽ എന്താണ്, തിരിച്ചൊന്നും ആഗ്രഹിക്കാതെ അങ്ങോട്ട് ചെയ്തു കൊടുക്കുക. അതിനാണ് നമ്മൾ എന്ത് പറയുന്നത്, അൺകണ്ടീഷണൽ ലവ്. ലാ നുരീദു മിൻകും ജസാഅൻ വലാ ശുക്കൂറ അല്ലെ. അതായത് പ്രവാചകന്മാരെ കുറിച്ച് പഠിച്ച തമ്പുരാൻ പറഞ്ഞതാണ്, ഒരു പ്രതിഫലമോ നന്ദി വാക്കോ അവര് നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നില്ല. ആ സംഭവത്തിനാണ് എന്ത് പറയാ, അൺകണ്ടീഷണൽ ലവ് എന്ന് പറയാം. ഇത് നമുക്ക് ഇങ്ങനെ പ്രാക്ടീസ് ചെയ്തിട്ട് ചെയ്യാൻ പറ്റണേ ഉള്ളൂ അല്ലെ. അത് സിമ്പിൾ ആയിട്ട് നമ്മളൊരു പിന്നെ പൂച്ചക്കോ അല്ലെങ്കിൽ പട്ടിക്കോ അല്ലെങ്കിൽ പക്ഷികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കുന്നത്, വെള്ളം കൊടുക്കുന്നതൊക്കെ അൺകണ്ടീഷണൽ ലവിന്റെ ഭാഗമാണ്. അതേപോലെ ഒരു ചെടിക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കുക, തിരിച്ചൊന്നും കിട്ടുമൊന്നുമില്ല. അതൊക്കെ ഇങ്ങനെ ചെറിയ 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 കാര്യങ്ങൾ ചെയ്തുകൊണ്ട് നമുക്കൊരു അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാനുള്ള ഒരിതുണ്ട് അല്ലെ. അതേപോലെ തന്നെ ഖുറാനിൽ പറഞ്ഞ സംഭവമാണ് എന്ത്, ലൈലത്തുൽ ഖദ്ർ എന്ന് പറയുന്നത് അല്ലെ. എന്താണ് ലൈലത്തുൽ ഖദ്ർ ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാള് പുണ്യകരമായിട്ടുള്ള ഒരു രാത്രി. അപ്പൊ 1000 മാസം എന്ന് പറയുന്നത്
എത്ര വർഷമാണെന്നുള്ളത് ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയിട്ടോ? ഏകദേശം എത്ര വർഷമായിരിക്കും 1000 മാസം എന്ന് പറയുന്നത്? ഒന്ന് അറിയാമെങ്കിൽ ഒന്ന് ചാറ്റ് ബോക്സിൽ എഴുതും. 1000 മാസം എന്ന് പറയുന്നത് എത്ര വർഷമാണ്? എത്ര വർഷമാണ് 1000 മാസം? എനിവൺ? ഒരാൾ പറഞ്ഞു. ഏ, 83 വർഷമാണ്. 83 വർഷം. അതായത് ഒരു മനുഷ്യ ആയുസ് കൊണ്ട് ചെയ്തു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങൾ, കർമ്മങ്ങൾ അല്ലെ, അതിനൊക്കെയുള്ള പ്രതിഫലം എന്താ പറയണത്? ഒറ്റ രാത്രി കൊണ്ട് നിങ്ങൾക്ക് തരാം. എത്ര വലിയൊരു ഓഫറാണ് അല്ലെ? അതായത് 83 വർഷമൊക്കെ നമ്മൾ ജീവിക്കും എന്നുള്ളതിന് നമുക്ക് തെളിവില്ല. എന്നാലും ഒരു മനുഷ്യന് അത്രയൊക്കെ പോവാലോ. ചിലപ്പോൾ 100 വയസ്സ് വരെയൊക്കെ പോകുന്ന ആൾക്കാരുണ്ട് അല്ലെ? അപ്പൊ ഒരു മനുഷ്യായുസ് കൊണ്ട് മാക്സിമം ചെയ്തു തീർക്കുന്ന പ്രവർത്തനങ്ങൾ കൊണ്ട് കിട്ടുന്ന പ്രതിഫലം, അത് ഒറ്റ രാത്രികൾ കൊണ്ട്, അപ്പൊ ഒരു മെഗാ ഓഫറാണ്. അതൊക്കെ ആ രീതിയിൽ ഇതുവരെ നമ്മൾ ആലോചിച്ചിട്ടുണ്ടോ? നമ്മൾ അതിന്റെ പുണ്യം നേടാൻ വേണ്ടിയിട്ട് നമ്മൾ നോക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഈ രീതിയില് പടച്ചതമ്പുരാന് റമദാന് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? അതായത് സെൽഫ് ഡിസിപ്ലിൻ ആണ് മെയിൻ ആയിട്ടുള്ളത് അല്ലെ? അപ്പൊ നമ്മൾ നിസ്കാരം നോമ്പ് എന്നൊക്കെ പറയുമ്പോ അതിൽ തന്നെ എങ്ങനെ കുത്തിമറിയാനുള്ളതല്ല. പിന്നെന്താണ്? അതൊക്കെ എനർജി ഇങ്ങോട്ട് സ്വീകരിക്കുക, ആ ഡിവൈൻ എനർജി ഇല്ലേ, അത് പ്ലഗ് ഇൻ ചെയ്യാനും എനർജി സ്വീകരിക്കാനുള്ളത് അല്ലെ? അതായത് 5 നേരം നമസ്കാരം എന്ന് പറഞ്ഞാൽ 5 നേരം നമസ്കാരത്തിൽ തന്നെ ആയിക്കൊണ്ടിരിക്കില്ല. നിസ്കരിച്ചിട്ട് എടുക്ക ഇറങ്ങണം, സമൂഹത്തിലേക്ക് ഇറങ്ങണം അല്ലെ? നമസ്കരിക്കുന്നവർക്ക് നാശം എന്ന് പറഞ്ഞിട്ട് പഠിച്ചവൻ എന്താ പറയണത്? അനാഥയെ പിന്നെ എന്താ പറയണത്? അനാഥക്ക് പിന്നെ അവരെ സംരക്ഷിക്കണില്ല, അഗതികൾക്ക് ഭക്ഷണം കൊടുക്കാൻ പ്രേരിപ്പിക്കുന്നില്ല. അപ്പൊ നിങ്ങളെ നിസ്കാരവും നോമ്പൊന്നും എന്താണ്? സമൂഹത്തിന് നല്ലത് വരുത്താന് ഉപകരിക്കുന്നില്ലെങ്കിൽ നിങ്ങൾ അതോ നിസ്കാരം കൊണ്ട് നോമ്പോണ്ടൊന്നും ഒരു കാര്യമില്ല. അപ്പൊ സമൂഹത്തിലേക്ക് ഇടപെടുമ്പോൾ അതിന്റെ നന്മ പ്രതിഫലിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ, നിസ്കാരവും നോമ്പൊക്കെ അല്ലെ? അതായത് നമ്മള് ആത്മവിശുദ്ധി നടത്തുകയാണ്, പിന്നെ നേടുകയാണ് റമദാനിൽ. അപ്പൊ നമുക്ക് മാത്രമല്ലല്ലോ ഗുണം ഉണ്ടാവുക, നമ്മുടെ സമൂഹത്തിൽ ഇറങ്ങുമ്പോൾ നമ്മുടെ അത് അവിടെയും പ്രതിഫലിക്കും അല്ലെ? സമൂഹത്തിലും പ്രതിഫലിക്കും. അങ്ങനെ നമുക്ക് ഡിസിപ്ലിൻ പഠിക്കാനുള്ള, നമ്മളിപ്പോ ഒരു കാര്യം ഇങ്ങനെ ചെയ്തിട്ട് അത് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ട് അതിലെത്താനുള്ള ഏറ്റവും നല്ല മാസം എന്ന് പറയുന്നത് റമദാനാണ്. അപ്പൊ ആ രീതിയിൽ റമദാനിനെ മനസ്സിലാക്കുകയും പടച്ചതമ്പുരാൻ എന്താണോ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അത് അതേപോലെ തന്നെ മനസ്സിലാക്കി അത് നമ്മൾ പ്രാവർത്തികമാക്കിയിട്ട് ആ രീതിയിൽ അതിനെ സ്വീകരിക്കുന്നവരുടെ കൂട്ടത്തിൽ പടച്ചതമ്പുരാൻ നമ്മളെ എത്തിക്കുമാറാകട്ടെ. അവന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുക. നമ്മളെല്ലാവരെയും ഒരുമിച്ച് കൂട്ടട്ടെ. ഞാൻ നിർത്താണ്. താങ്ക് യു. ഓക്കെ, നമ്മുടെ ഇന്നത്തെ സെഷൻ ഏകദേശം കഴിഞ്ഞു. അപ്പോ ഇൻഷാല്ല നെക്സ്റ്റ് സെഷൻ ഇനി നാളെ ആയിരിക്കും. നാളെ ഇതേ ടൈമില്, നാളെ 6:30 to 7:30 വരെ ആയിരിക്കും. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാ, ലൈവ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. അപ്പോ നമുക്ക് ഗ്രൂപ്പിൽ കാണാം. ഓക്കെ, ബൈ.